ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും കണ്ടു ഇന്ന് ഒരു വൈറലായ വാർത്ത. അമ്പലമുറ്റത്ത് ഒരു നോമ്പുതുറ സംഗമം. അതായത് ഇവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിന് ഇതാണ് മതസൗഹാർദ്ദം എന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ക്ഷേത്ര മൈക്കിലൂടെ ബാങ്ക് വിളിച്ചതുകൊണ്ടോ അമ്പലമുറ്റത്ത് നോമ്പുതുറ സംഘടിപ്പിച്ചതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള മതസൗഹാർദ്ദം പുലരില്ല. ഇനിയും ഹജ്ജിന് പോയിട്ട് വരുന്ന ആളുകൾക്ക് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് വലിയ രൂപത്തിൽ ഒരു സ്വീകരണം കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതാണ് മതസൗഹാർദ്ദമെന്ന്? അല്ലേ അല്ല. മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്നതിനെ സൗഹാർദ്ദം എന്ന് പറയില്ല. 3 സുഹൃത്തുക്കള് ഒരുമിച്ച് നടന്നു പോകുന്നു, ബാങ്ക് വിളിക്കുന്നു. മുസ്ലിം സുഹൃത്ത് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ പള്ളിയിൽ പോയി നമസ്കരിച്ചിട്ട് വരട്ടെ. എന്നെ ഇതാ നമസ്കാരത്തിലേക്ക് വരാനാണ് വിളിക്കുന്നത്. ശരി, നമസ്കാരത്തിലേക്ക് പോയി. അയാള് പോയി കൈകെട്ടി നിന്നു. അല്ലാഹുവേ, സർവസ്തുതിയും സകല ലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു കാരുണ്യവാനും കരുണാനിധിയുമാകുന്നു. അള്ളാഹുവേ, നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം അഭ്യർത്ഥിക്കൂ. അത് കഴിഞ്ഞിട്ട് പറയുന്ന എന്താണ്? അള്ളാഹുവേ, നീ വഴി പിഴപ്പിച്ച, നീ കോപിച്ച ആളുകളുടെ ഇടയിൽ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ആരാണത്? അള്ളാഹു വഴി പിഴപ്പിക്കുകയും അള്ളാഹു കോപിക്കുകയും ചെയ്ത ആ ശപിക്കപ്പെട്ട വിഭാഗം ആരാണ്? അതാണ് ഈ പുറത്തു നിർത്തിയിരിക്കുന്ന 2 സുഹൃത്തുക്കൾ. ബഹുദൈവാരാധകരായ സുഹൃത്തുക്കൾ, അമുസ്ലിങ്ങളായ സുഹൃത്തുക്കൾ. അപ്പോ മനസ്സിലായല്ലോ, ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാകാം, അറിയാതെയാകാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. മനുഷ്യർ തമ്മിലാണ് സൗഹാർദ്ദപ്പെടേണ്ടത്, മതങ്ങൾ തമ്മിലല്ല. ഏതോ കാലഘട്ടത്തിൽ, നൂറ്റാണ്ടുകൾക്കപ്പുറം, ആ കാലഘട്ടത്തിന്റെ അറിവുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, പരിമിതമായ അറിവുകൾക്കകത്ത് നിന്ന് അത്തരം സാഹചര്യങ്ങളിൽ ആ കാലഘട്ടത്തിനു വേണ്ടി മാത്രം എഴുതി പിടിപ്പിക്കപ്പെട്ട ഈ നിയമസംഹിതകൾ ലോകാവസാനം വരെയുള്ള ജനത അങ്ങനെ തന്നെ പിൻപറ്റണം എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അത് ആ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. അത് ആ കാലഘട്ടത്തിന്റെ ശരി തെറ്റുകളാണ് അതിലുള്ളത്. അതൊരിക്കലും ഈ മാറുന്ന കാലഘട്ടത്തിന് അനുയോജ്യമല്ല. ഇപ്പോ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പവിത്രമായ, പരിപാവനമായ ഒരു ആരാധനാ കേന്ദ്രമാണ് അമ്പലം. ആ അമ്പലമുറ്റത്ത് ഇഫ്താർ വിരുന്ന്, അതായത് നോമ്പു തുറയ്ക്കൊരു വിരുന്നൊരുക്കിയപ്പോൾ ഇവരെന്തോ വലിയ മതസൗഹാർദ്ദമാണ് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മനുഷ്യൻ എല്ലാ കാലഘട്ടത്തിലും ഇവിടെ മാറ്റങ്ങൾക്കനുസൃതമായി, കാലാനുസൃതമായ ആനുകാലികമായ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവനാണ്. അതുകൊണ്ട് അവർക്കിടയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. അവർ സൗഹൃദപ്പെടണം. അവർ പരസ്പരം സഹായിച്ചും സഹകരിച്ചും തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ എല്ലാ മതവും എന്റേതു മാത്രമാണ് ശരിയെന്നും അപരന്റേത് ഇന്ന ഇന്ന തെറ്റുകൾക്ക് കാരണമായിട്ടുണ്ടെന്നും പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ അംഗീകരിക്കാൻ കഴിയുന്നത്? എന്തായിരുന്നാലും പാറശാലയ്ക്ക് സമീപം പ്ലാമൂട്ടുകട കൊച്ചു ഭഗവതി ക്ഷേത്രത്തിലാണ് നോമ്പുതുറ നടന്നത്. നെയ്യാറ്റിൻകര കുളത്തൂർ ജമാഅത്തിലെ അംഗങ്ങൾക്കാണ് ക്ഷേത്ര കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കിയത്. ക്ഷേത്രത്തിന്റെ മൈക്കിലൂടെയായിരുന്നു ബാങ്കുവിളി. ക്ഷേത്ര നടയിൽ മുസ്ലിം ആചാരങ്ങളും നടത്തിയാണ് നോമ്പ് മുറിച്ചത്. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് എന്ന് ഓമന പേരിട്ടിട്ടാണ് മുസ്ലിങ്ങളുടെ നോമ്പുതുറ ഇഫ്താർ പാർട്ടി ക്ഷേത്ര ഭാരവാഹികൾ നടത്തിയത്. ആരാധനാലയങ്ങൾ കപട മതേതര പേക്കൂത്തുകൾ നടത്താനുള്ള വേദിയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഇത് കപട മതേതരത്വമാണ്. ഇതൊരിക്കലും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സൗഹൃദമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
CPM നിയന്ത്രണത്തിലുള്ള ഭാരവാഹികളുടെ ഹിന്ദുക്കളെ അവഹേളിക്കുന്ന ഒരു നടപടിയായിട്ട് മാത്രമേ ഇതിനെ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ക്ഷേത്ര നടയിൽ നടന്ന ഈ തരികിട മുസ്ലിം ഇഫ്താർ വിരുന്നിനെതിരെ പ്രതിഷേധിക്കേണ്ടത് മതേതര മലയാളികളുടെ അനിവാര്യതയാണ്. ഇതല്ല മതസൗഹാർദ്ദം. ആ ബഹുദൈവ വിശ്വാസികളെ നീ കണ്ടെത്തിയിടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ലണമെന്ന് പറയുമ്പോൾ ആ ബഹുദൈവ വിശ്വാസ കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് വിരുന്നൊരുക്കിയാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മാഞ്ഞു പോകുമോ? എന്തായിരുന്നാലും ഈ ഇഫ്താറിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ക്ഷേത്ര പരിസരം അമുസ്ലിം പരിപാടികൾക്കായി ദുരുപയോഗം ചെയ്ത് ക്ഷേത്രദേവ സങ്കല്പങ്ങൾക്ക് ആചാര അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരുത്തിയ അമ്പല കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ക്രിമിനൽ കേസുകൾ എടുക്കണം എന്ന ആവശ്യമാണ് സമൂഹ മാധ്യമത്തിലൂടെ ഉയർന്നു കേൾക്കുന്നത്. അതായത് ഒരു ക്രൈസ്തവ ആരാധനാലയമോ ഒരു ഹൈന്ദവ ആരാധനാലയങ്ങളിലോ ഒരു നോമ്പുതുറ ഒരുക്കി അത് മതേതര കേരളത്തിന്റെ മഹത്വമാണ് എന്ന് വാഴ്ത്തിപ്പാടുന്ന ആളുകൾ ചിന്തിക്കണം. നിങ്ങൾ നമ്മുടെയൊക്കെ മതഗ്രന്ഥങ്ങൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മുസ്ലിം അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ അവരുടെ കേന്ദ്രങ്ങളിൽ ഹിന്ദുക്കളുടെ ഒരു ആചാരമോ ഒരു അനുഷ്ഠാനമോ നടത്താൻ തയ്യാറാകുമോ? ഒരു മുസ്ലിം കേന്ദ്രത്തില് ഒരു ക്രിസ്ത്യൻ വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നതോ ഒരു ഹിന്ദു വിശ്വാസത്തെയോ അനുഷ്ഠാനത്തെയോ കർമ്മത്തെയോ പ്രതിനിധാനം ചെയ്യുന്നതോ ആയ ഒരു കൃത്യം നിർവഹിക്കാൻ തയ്യാറാകുമോ? പോട്ടെ, ഒരു മസ്ജിദ് അതല്ലെങ്കിൽ ഒരു ചർച്ച്, ഇവിടെ ഹിന്ദു ഈശ്വരനാമം ഉച്ചത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കാനും അതല്ലെങ്കിൽ ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം ശ്രീരാമനോ ശ്രീകൃഷ്ണനോ മാത്രമാണ് ദൈവം എന്ന് വിളിച്ചു പറയാനും ഹിന്ദു വിശ്വാസികളെ അനുവദിക്കുമോ? എന്റെ മതം മാത്രമാണ് ശരി, എന്റെ ദൈവം മാത്രമാണ് സത്യം പറയാൻ തയ്യാറാകുമോ? ഇരിക്കട്ടെ, ശബരിമല തീർത്ഥാടകർക്ക് വിരിവയ്ക്കാൻ സൗകര്യമൊരുക്കുന്നതോ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയിലെ കുട്ടികൾക്ക് മധുരം കൊടുക്കുന്നതോ ഇതിന് പകരം വയ്ക്കാവുന്ന ഉദാഹരണങ്ങളല്ല. നബിദിനത്തിന് കുട്ടികൾ ഇങ്ങനെ ജാഥ പോകുമ്പോൾ ഒരു ഹിന്ദു ടീച്ചർ പുറത്തു നിന്നിട്ട് നോട്ടുമാല ഇട്ടു കൊടുക്കുന്നതല്ല മതേതരത്വം. പള്ളി സങ്കേതങ്ങള് ഇതര മതസമൂഹങ്ങളുടെ ആചാര അനുസൃതമായ പരിപാടികൾക്ക് നൽകുമ്പോൾ മാത്രമാണോ അത് മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? അതോ ഒരു പെരുന്നാൾ വരുമ്പോ അതല്ലെങ്കിൽ ഒരു ഹിന്ദുക്കളുടെ ഒരു വിഷു, ദീപാവലി, ഓണം, ക്രിസ്മസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോൾ 3 സുഹൃത്തുക്കൾ 3 വസ്ത്രം ധരിച്ചുകൊണ്ടൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യുന്നതല്ല മതേതരത്വം. നിങ്ങൾ ഈ പറഞ്ഞത് ഒരു പക്ഷേ ഹിന്ദുക്കളുടെ മതേതരത്വമായിരിക്കും, മതസൗഹാർദ്ദമല്ല കേട്ടോ. അവരുടെ വിശാലമായ മനസ്ഥിതിയിൽ എല്ലാ തരത്തിലുള്ള കൾച്ചറുകളെയും അംഗീകരിക്കാൻ, എല്ലാ തരത്തിലുള്ള മതവിശ്വാസങ്ങളെയും അംഗീകരിക്കാൻ സാധിക്കുക എന്നത് അവരുടെ വിശാലമായ വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ അംഗീകരിക്കാം. അതല്ലാതെ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ മതത്തിൽ ഞങ്ങളെ അംഗീകരിച്ചെന്നോ ഞങ്ങളുടെ മതത്തിൽ നിങ്ങളെ അംഗീകരിച്ചെന്നോ അർത്ഥമില്ല. നന്ദി.